കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരായി സെപ്റ്റംബർ 1 സമരത്തിൽ പങ്കെടുക്കുന്നതിനായി സിപിഐ നേതൃത്വം ബുക്ക് ചെയ്തിരുന്ന സ്പെഷ്യൽ ട്രെയിൻ യാതൊരു മുന്നറിയിപ്പും കൂടാതെ റദ്ദ് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ സിപിഐ കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം VR ശശി ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിൽ രാംലീല മൈതാനിൽ നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തി തീരുമാനിക്കപ്പെട്ട പ്രവർത്തകർ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി രാജ്യത്ത് ആദ്യമായാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ട്രെയിൻ വാടകയ്ക്കെടുത്ത് സംസ്ഥാന സെക്രട്ടറി മുതൽ ബ്രാഞ്ച് തലം വരെയുള്ള പ്രവർത്തകർ ഒരേ ട്രെയിനിൽ യാത്ര ചെയ്ത് സമരത്തിനായി ഒരുങ്ങിയത്. ഇത് രാജ്യത്താകമാനം ചർച്ച ചെയ്യപ്പെടുകയും കേന്ദ്ര സർക്കാരിനെതിരായ ജനവികാരമായി ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് കേന്ദ്ര BJP സർക്കാർ സമരം പരാജയപ്പെടുത്തുവാനായി പ്രവർത്തകരുടെ യാത്രയെ തടസ്സപ്പെടുത്താനുള്ള ശ്രമം നടത്തിയതെന്ന് നേതാക്കൾ പ്രതിഷേധ യോഗത്തിൽ പറഞ്ഞു. CPI കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി CS അജേഷ് അധ്യക്ഷനായിരുന്നു. CPI സംസ്ഥാന കൌൺസിൽ അംഗം VR ശശി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറിമാര് താഴെ തമ്മിലുള്ള പാർട്ടി ലോക്കൽ സെക്രട്ടറിമാർ അടക്കമുള്ള 1452 സമര സഖാക്കൾ പോകുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്നും ബുക്ക് ചെയ്ത അനുവാദം വാങ്ങി ബുക്ക് ചെയ്ത ട്രെയിൻ ഇന്നലെ ഒരു വാർത്താക്കുറിപ്പിൽ കൂടി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഈ ട്രെയിൻ വിട്ടുതരാൻ കഴിയില്ല എന്ന് രേഖാമൂലം അറിയിക്കുകയും ഈ സഖാക്കൾക്ക് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ട്രെയിൻ ചാർജ് നിയമാനുസരണം അത് DD വഴി ഈ നമ്മുടെ രാജ്യത്തിന്റെ റെയിൽവേ വകുപ്പിൽ അടയ്ക്കുകയും ചെയ്തതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം എന്ന നിലയിൽ ആ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേകമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും കടുത്ത ഇടപെടലിന്റെ ഭാഗമായി ആ ട്രെയിൻ സർവീസുകളെല്ലാം നിർത്തിവെക്കണം എന്ന് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രാലയം വഴി എല്ലാ സംസ്ഥാനങ്ങൾക്കും അറിയിപ്പ് കൊടുക്കുന്ന ഭാഗമായി കേരളത്തിൽ നിന്ന് പോകുന്നതിന് വേണ്ടി പാർട്ടി തീരുമാനിക്കപ്പെട്ട 1452 സമരസഖാക്കൾക്ക് പോകുന്നതിന് വേണ്ടി തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ആ ട്രെയിൻ വിട്ടുതരാൻ കഴിയില്ല, അടുത്ത പൈസ തിരിച്ചു നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലിന്റെ അക്കൗണ്ടിലേക്ക് അടുത്ത പൈസ തിരിച്ചു വെച്ച സംഭവം ഉണ്ടായി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി എല്ലാ സംസ്ഥാനത്തു നിന്നും ഇത്തരത്തിൽ ട്രെയിൻ ബുക്ക് ചെയ്തുകൊണ്ട് സമര വോളണ്ടറിയർമാർ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ട് 31-ാം തീയതി ഡൽഹിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രകടനത്തിന് ആനന്ദവിളയിൽ KJ ജോയ്സ്, KN കുമാരൻ, KR ജനാർദ്ദനൻ നായർ, PJ സത്യപാലൻ, സജി കുന്നുപുറം, സനീഷ് മോഹൻ, സജോ മോഹനൻ, PS രാജ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.